ഞാൻ പറഞ്ഞു വന്നത് സ്റ്റേറ്റിനുണ്ടായിട്ടുള്ള നഷ്ടം ഇത് കാണിക്കാൻ കഴിയില്ല. സ്വരാജ് പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെൻറ് കാലം പോലെ തന്നെ ആ കാലത്തെ അഴിമതിയും ഈ കാലത്തെ അഴിമതിയും ഇവരുടെ സ്വത്തും തുടങ്ങിയ വിഷയങ്ങളൊക്കെ അന്വേഷിക്കുന്നതാണ് പറയുന്നത്. അത് വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്പെഷ്യൽ ടീമിനെ വെക്കുന്നത് പറയുന്നത്. ക്രിമിനൽ കേസ് പോകണം, ഇതുമായി ബന്ധപ്പെട്ട ഇതിപ്പോ കുറച്ചു നേരമായിട്ട് BJPയെ ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ. ഇതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗം വളരെ വ്യക്തമായിരുന്നു. ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു ചീറ്റിംഗ് നടത്തി, ഞങ്ങൾ അയാളെ പുറത്താക്കി. ഇനി നിങ്ങൾക്ക് ഏത് അന്വേഷണം SIT വേണോ അന്വേഷിക്കാം, നിങ്ങൾക്ക് ഇന്റലിജൻസ് വേണോ അന്വേഷിക്കാം, നിങ്ങൾക്ക് വിജിലൻസ് വേണോ അന്വേഷിക്കാം. അത് അന്വേഷണ ഏജൻസി ഏതാണെന്ന് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണവും വേണ്ട. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ UPAയുടെ പതനം പൂർത്തിയാക്കിയത് നമുക്കറിയുന്നത് പോലെ അഴിമതിക്കെതിരെ ഉണ്ടായ ശക്തമായ ജനവികാരമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മോദി അധികാരത്തിൽ വന്നതും. അപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ടത് എത്രമാത്രം വലിയ ജനാധിപത്യ ധ്വംസനമാണ് എന്ന് നമ്മുടെ അസാധാരണമായ ജനവിധിയുടെ അനുഭവം രാഷ്ട്രീയക്കാർക്ക് മുന്നിലുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ഈ ഗോരക്ഷകരുടെ ആക്രമണം പറയുന്നുണ്ട്, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇതിനെയൊക്കെ കായികമായി പ്രതിരോധിക്കുന്നതിനെ പറ്റിയാണ് വലിയ അവകാശവാദം. ഇത്തരം വലിയ ബലാബലങ്ങളിലേക്ക് പോകാതെ, മുഷ്ടിയുദ്ധങ്ങളിലേക്ക് പോകാതെ, അഴിമതി എന്നത് എത്രമാത്രം ജനവിരുദ്ധമാണ്, അത് BJPയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമായി ഇവിടെ കേരളത്തിൽ ആദ്യമായി ഇത്ര ശക്തമായി വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനെ ആ രൂപത്തിൽ തന്നെ ശക്തമായ അന്വേഷണത്തിലൂടെ BJPയെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും വലിയ അവസരമല്ലേ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ നഷ്ടപ്പെടുത്തിയത്? അതല്ലേ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഏറ്റവും ശക്തമായി ചൂണ്ടിക്കാട്ടുന്നത്? പ്രത്യേകിച്ച് K. മുരളീധരൻ. ഈ പാർട്ടി ഇവിടെ അവസാനിക്കുമായിരുന്നു എന്നാണ് മുരളീധരൻ പറയുന്നത്. അതിന് പുനരുജ്ജീവനം നൽകിയത് CPM ആണെന്നും. ശരിയാണോ? അല്ല, ഇതിനു മുമ്പ് ഒരു വാചകം ഷംസീറിനോട്. ജനകീയ സമരങ്ങളോട് ഷംസീറിനെ പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗത്തിന് ഇത്ര വിരോധം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, 4 ആളോ 20 ആളോ ഉണ്ട്, 4 ആളോ 20 ആളോ അല്ല. അല്ല, അത് ഷംസീർ പറയണ്ട. സമയമില്ലാണ്ട് തിരിച്ചു പോകുന്ന അത് ഷംസീർ നോണ നിങ്ങളാണ് പറയുന്നത്. നോണ നിങ്ങളാണ് പറയുന്നത്. ഞാനിരിക്കും. അല്ല, ആ വിഷയമല്ല. ഞങ്ങൾ തെരുവിൽ തന്നെ കിടന്നിട്ടുണ്ട്. ഞങ്ങൾ നിരാഹാരം കിടക്കുന്ന തെരുവിൽ തന്നെ കിടക്കലുണ്ട്. പൊതുവടി കൊള്ളലുണ്ട്. അല്ല, നിങ്ങളെപ്പോലെ AC കിടക്കലില്ല. നിങ്ങളെപ്പോലെ AC കാറിലല്ല കിടക്കൽ. അതെ, തെരുവിൽ തന്നെ നടന്നിട്ടുണ്ട്. അല്ലാന്നേ നിങ്ങളുടെ സമരം ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ സമരം തെരുവിൽ കിടന്നിട്ടില്ലല്ലോ. രാത്രി ഞങ്ങൾ കിടക്കുന്ന സ്ട്രീറ്റിലാ സമരം, നിരാഹാരം. അല്ല, SUV അല്ല ഞങ്ങള്. SUV ഒക്കെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്കാ. അത്ര വലിയ കാർ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാ. അത് വരട്ടെ. അപ്പൊ അല്ല കിടന്നേ, അന്ന് നിരാഹാരം കിടക്കുമ്പോ അന്ന് ഇവിടെ കിടക്കുമ്പോ അങ്ങനെ ജനാധിപത്യം. അതുകൊണ്ട് ജനാധിപത്യം എപ്പോഴെങ്കിലും പറ. ഞാൻ അങ്ങോട്ട് പറയട്ടെ. അതായത് ഇപ്പോ ജനകീയ സമരങ്ങളോട് നിങ്ങൾക്ക് ദേഷ്യമാണ്. അതിപ്പോ ഇവിടെ മാത്രമല്ല, എവിടെയും. അത് വിട്ടുകളാ. പ്രശ്നം അതല്ല. വേണു ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോണേ. വേണു ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. വേണു, BJPയുടെ എന്നല്ല ഒരു രാഷ്ട്രീയ അഴിമതിയും തുറന്നു കാണിക്കാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ മുന്നണിക്കും കഴിയില്ല. കഴിഞ്ഞ 60 വർഷമായി ഏത് അഴിമതിക്കാരനാണ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേരളത്തിൽ? ഇവരൊക്കെ അങ്ങോട്ടും കൂടെ അഴിമതി ഉന്നയിച്ചിട്ടില്ലേ? ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിനെതിരെ അഴിമതി ഉന്നയിച്ചു, ആരെ പിടിച്ചു? അതിന് മുമ്പുള്ള ഗവൺമെന്റിനെതിരെ അഴിമതി ഉന്നയിച്ചു, ആരെ പിടിച്ചു? ഒരാളെയും പിടിക്കില്ല. വലിയ ജനവിധി നൽകുന്നതാണ്, വലിയ അനുകൂലമായ ജനവിധി നൽകുന്നതാണ് അഴിമതി വിരുദ്ധതയ്ക്കെതിരെയുള്ള നടപടികളെങ്കിൽ ഒരു സർക്കാരിന് ആ കാര്യം ചെയ്തുകൂടെ? ഏറ്റവും ലളിതവും ഏറ്റവും കരണീയമായിരിക്കുന്ന ഏറ്റവും ജനപിന്തുണ കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? എന്തിന് ഈ കായികാക്രമണം? ഇങ്ങോട്ട് വന്നാൽ അതിനെ പ്രത്യാക്രമണത്തിലേക്ക് ഊന്നുന്നു CPM. വേണു, അത് തന്നെ ഞാൻ പറഞ്ഞേ. ഇപ്പൊ BJPയെ നേരിടുന്നതിൽ CPM ആണ് ഏറ്റവും വലിയ ആളുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഫലിതമാണത്. കാരണം മോഡിയുടെ നാട്ടിൽ മോഡിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ലേ ഞാൻ നിൽക്കണേ. മോഡിയുടെ കാൽ കീഴിൽ അവിടെ ഞങ്ങൾക്ക് അക്രമമൊന്നും വേണ്ട, ഒരു ഹർത്താലും വേണ്ട. കാരണം ഞങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയമുണ്ട്. ഇത് രാഷ്ട്രീയമില്ല, അരാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അക്രമം അരാഷ്ട്രീയമാണെന്ന് ഞാൻ പറയുന്നത്. അക്രമം രാഷ്ട്രീയമല്ല. രാഷ്ട്രീയമായി അത് BJPക്കും അത് തന്നെയാണ്, ആർക്കായാലും അത് ബാധകമാണ്.
പ്രത്യയശാസ്ത്രപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ രാഷ്ട്രീയ അക്രമം കാണിക്കും, അത് ചെയ്യും. ഇവിടെ വേണു ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. അഴിമതിക്കെതിരെ വർത്തമാനം പറയല്ലാതെ അഴിമതിക്കെതിരെ ഒരു നിലപാടെടുക്കാൻ ഇവർക്ക് കഴിയില്ല. ഇവർക്കെന്നല്ല, ഇപ്പോൾ കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. CPM അഴിമതിയെക്കുറിച്ച് പറഞ്ഞാൽ കോൺഗ്രസിന് പറയാൻ പറ്റില്ല, കോൺഗ്രസിൻ്റെ CPM ഇല്ല. കഴിഞ്ഞ 60 കൊല്ലമായി ഒരു ബാലകൃഷ്ണപിള്ള ഒഴിച്ച്, അതും VS അച്യുതാനന്ദൻ അങ്ങേയറ്റം വരെ പോയതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഷംസീറോ അനിലോ പറയട്ടെ, കേരളത്തിൽ ആരും അഴിമതി ചെയ്തിട്ടില്ല, ഒരു ബാലകൃഷ്ണപിള്ള മാത്രമേ ഉള്ളൂ എന്ന്. ഒരു അഴിമതിക്കാരനെ പിടിച്ച് ശിക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു പാർട്ടിയും ചെയ്യില്ല. അത് തന്നെയാണ് ഇന്ത്യൻ ജനതയുടെ പ്രതിസന്ധിയും. ഇന്ത്യൻ ജനതയുടെ പ്രതിസന്ധി. ശരി സിആർ, ഞാൻ ഇടപെടുകയാണ്. സിആർ, ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.